നമ്മൾ മാങ്ങയൊക്കെ കൂടുതലായി കിട്ടുമ്പോൾ അതിൻ്റെ പഴുപ്പ് നമ്മൾ എടുത്തിട്ട് അത് നമ്മളൊരു ബോക്സിലാക്കി ഫ്രീസറിനകത്ത് വെക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാനും ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും കേട്ടോ. അതൊന്ന് ഞാൻ ഇതുപോലെ ഒരു ബൗളെടുത്ത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായി അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 3-4 ഗ്ലാസ്സോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കുക. നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നല്ല മധുരമുള്ള മാങ്ങയാണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് അതായത് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് കുരു കളഞ്ഞ് മാറ്റിയതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പെട്ടെന്ന് അതൊന്ന് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ ഞാനതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നാരുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് അരിച്ചെടുത്ത് മാറ്റി നല്ലോണം ഒന്ന് തണുപ്പിക്കുക കേട്ടോ. തണുപ്പിച്ചതിന് ശേഷം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ടി മാംഗോ ജ്യൂസൊക്കെ വാങ്ങി മാർക്കറ്റിൽ നിന്ന് വാങ്ങി കുടിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ ഫ്രൂട്ടിയുടെ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ടി കുടിച്ചതുപോലെ തന്നെ നമുക്കത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.